ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് മാധ്യമനാമധാരികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കണം എന്ന ഒരു ആഗ്രഹം പെരുന്നാൾ കമ്മിറ്റിയിൽ രൂപപ്പെട്ടു വന്നു. അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഫൊറോനയിൽപ്പെട്ട എല്ലാ മാധ്യമനാമധാരികളെയും നമ്മുടെ ഈ ദേവാലയത്തിൽ ഇന്ന് എത്തിക്കണം എന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അശ്രാന്തം നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ പരിശ്രമിച്ചു. എന്നാലും നിങ്ങൾ ഒരു 16ഓളം പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ മലയിൽ ഇത്രയും വാഹന സൗകര്യങ്ങൾ കുറവുള്ളിടത്ത്, വന്യജീവികളുടെ ആക്രമണം ഉള്ളിടത്ത്, ഇന്ന് പ്രത്യേകിച്ച് ഇന്നിപ്പോ ഒരാന്ന് പറഞ്ഞത് ചിലരൊക്കെ വിളിച്ചിട്ട് പുലിപ്പേടിയൊക്കെ പറഞ്ഞു. ഇന്ന് പത്രത്തിൽ പുലി കണ്ണുകലത്ത് ഇറങ്ങിയെന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്ന് തന്നെ ഈ സംഗമം വൻ വിജയമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ മാധ്യമനാമധാരികളുടെ ഈ സംഗമത്തിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കണ്ണിമംഗലം ഇടവകയുടെ ട്രസ്റ്റി സിജു മരോടിക്കലിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു മാധ്യമനാമധാരികളെ ഒന്നിച്ചു കൂട്ടണമെന്നുള്ളത്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് ആദ്യം തന്നെ നമ്മൾ നന്ദി പറയുകയാണ്. കാരണം നമുക്ക് നിങ്ങൾ ഇത്ര പേര് വന്ന് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഓരോ സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ നമ്പറുകൾ സേവിച്ച് നിങ്ങൾ വിളിച്ചു പറയാനൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ ഇതിനു വേണ്ടി ബുദ്ധിമുട്ട് കഴിച്ച് നിങ്ങൾ മുമ്പിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ വന്നതിൽ തന്നെ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മാധ്യമനാമധാരികളായ നിങ്ങളെ ഇവിടെ ഒന്നിച്ചു കൂടിയാലേ നിങ്ങളെ ഒരു അനുമോദിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതും ദൈവത്തിന്റെ മാധ്യമങ്ങളുടെ അനുഗ്രഹം തന്നെയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ മാധ്യമ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൊറോണ വികാരി സെബാസ്റ്റ്യൻ പുരക്കാടനച്ഛനാണ്. നമ്മള് പുരക്കാടനച്ഛനോട് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നമ്മുടെ മാർട്ടിൻ പുരാന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഒരു മുട്ടും വരാതെ നല്ല കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് നമ്മൾക്കെതിരെ പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ കൊറോണ വികാരിയത്തിന് ഇടവകയുടെ പേരിലും കൈക്കാരന്മാരുടെ പേരിലും സ്വാഗതം ചെയ്തോളൂ. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ വികാരിയച്ഛനാണ്, തോമസ് അച്ഛൻ്റെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാൽ നമുക്ക് തോമസ് അച്ഛൻ പറയും അത് നമുക്ക് നടത്തിയിടണം. എങ്ങനെയൊക്കെ ആയാലും കാര്യങ്ങൾ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. നിങ്ങൾ എന്ത് കാര്യം നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന ഒറ്റ ഉറപ്പാണ് നമുക്കെല്ലാവർക്കും ഒരു ഊർജ്ജമായി തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛനെയും ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ കൊച്ചച്ഛനും നമ്മൾ ഏത് കമ്മിറ്റി കൂടിയാലും അച്ഛൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളോടൊപ്പം നമ്മളൊരാളായി തന്നെ കൂടെ നിന്നുകൊണ്ട് എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന കൊച്ചച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തോളൂ. പിന്നെ നമ്മുടെ മഠത്തിലെ മധുരമല്ല നിൽക്കുന്നത് ദിവ്യ സിസ്റ്ററാണ്. അപ്പൊ എന്ത് കാര്യവും നമുക്ക് മഠത്തിലായാലും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മളോടൊപ്പം അമ്മമാര് മക്കളെ നോക്കുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് മഠത്തിലെ നമ്മുടെ മദർമാർ നമ്മളെ ഓരോ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്നത്. നമ്മുടെ എന്ത് കാര്യത്തിലും സപ്പോർട്ടായി നിൽക്കുന്ന മഠത്തിലെ സിസ്റ്ററിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വിശിഷ്ടാതിഥികളായി നിൽക്കുന്നത് നമ്മുടെ ഈ മാധ്യമനാമധാരികൾ തന്നെയാണ്. അവർ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടികൾ നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളെയും ഇടവകയുടെ പേരിലും കൈക്കാരന്മാരുടെ പേരിലും തിരുനാൾ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തോളൂ. സ്വാഗതം പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ്, ഇടവകകൾക്കാണ്. ഇടവകക്കാരെ ചോദിക്കുന്നത് നമുക്ക് എന്തിനാ സ്വാഗതം പറഞ്ഞത്. എന്നിരുന്നാലും എല്ലാവർക്കും ഒറ്റ വാക്കില് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്.
മീറ്റിംഗിനെ തിരിതെളിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ വിശുദ്ധ ബലിക്ക് മുൻപ് കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി കൊറോണ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുരകാടനച്ചൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചച്ച സിസ്റ്റേഴ്സ്, പ്രിയ പാർട്ടി നാമധാരികളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിനി വലിയൊരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല. കാരണം സുവിശേഷത്തിന് ശേഷം ഞാൻ പ്രസംഗിച്ചതാണ്. എങ്കിലും എൻ്റെ സന്തോഷം വീണ്ടും ഞാൻ പറയുകയാണ്. ആദ്യം ഇവരെ കമ്മിറ്റി അംഗങ്ങൾ കൊറോണ പടിയിൽ വന്നപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ ഇടവകളിലും ചെന്ന് എല്ലാവരുടെയും പേരുകൾ കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ മറ്റ് പേരുകൾ കിട്ടാൻ ഡയറക്ടറികൾ കളക്ട് ചെയ്യണം, ഫോൺ നമ്പറുകൾ ശേഖരിക്കണം. ഇവരതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു വിജയം. വിജയത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഒന്നാമതായിട്ട് പ്ലാനിംഗ് ആണ്. നന്നായിട്ട് പ്ലാൻ ചെയ്താൽ എല്ലാ കാര്യവും വിജയിക്കും. അത് നിങ്ങൾ ചെയ്യുന്ന കൃഷിയായാലും, നിങ്ങൾ ചെയ്യുന്ന വ്യവസായമായാലും, വ്യാപാരമായാലും, നമ്മുടെ ആധ്യാത്മിക ജീവിതമായാലും നല്ലൊരു പ്ലാനിംഗ് ആവശ്യമാണ്. രണ്ടാമതായിട്ട് അതിന് എക്സിക്യൂഷൻ എന്ന് പറയും, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. നടപ്പിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ അനേകം പേരുടെ സഹകരണം ആവശ്യമാണ്. ഒരു കുടുംബമായി നിന്ന്, ഇവിടെ പറയുകയുണ്ടായി കന്നിമംഗലം കുടുംബം, ഒരു കുടുംബമായി നിന്ന് അതിനെല്ലാവരും കൂടി പ്രവർത്തിക്കുമ്പോൾ അതിന് വിജയമുണ്ടാകും. മൂന്നാമതായിട്ട് അതിനൊരു സമയം പരിധി വയ്ക്കുക എന്നുള്ളത്, ടൈം ബൗണ്ട്, കൃത്യമായ സമയത്ത് പൂർത്തിയാക്കണം എന്നുള്ള ചിന്ത, അതൊക്കെ എനിക്ക് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ കാണുവാൻ സാധിച്ചു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്താലും, ഒന്ന് പ്രായോഗികമാക്കിയാൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യവും ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് ആധ്യാത്മിക മേഖലയിലും നമ്മുടെ ഓരോരുത്തരും വ്യാപാര വ്യവസായ പ്രവർത്തന മേഖലകളിലെല്ലാം നമുക്കൊരു വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കട്ടെ, അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കട്ടെ, അതിനുവേണ്ടി ഒരു സമയബന്ധിതമായ പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിശുദ്ധന്റെ മാധ്യസ്ഥവും സഹായം ലഭിക്കട്ടെ. നന്ദി. ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി കല്ലിമംഗലം ഇടവകയുടെ ഇടയ ഫാദർ തോമസ് നരികുളം അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയ ഫോറനുകരിച്ച കൊച്ചച്ച, സിസ്റ്റർ, മാർട്ടിൻ നാമധാരികളായി കുടിയേറ്റിട്ടുള്ള അതിഥികളെ, കണ്ണിമംഗലം കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രകാരം ഒരു സംഗമം സംഘടിപ്പിക്കുക എന്നുള്ളത്. ഇവിടെയുള്ള ആളുകൾ മാർട്ടിന്മാരായിട്ട് കോണ്ടാക്ട് ചെയ്തു. 80 പേര് 85 പേരോ വരുമെന്ന് പറഞ്ഞു. ചുരുങ്ങിയത് 50 പേരെങ്കിലും വരുമെന്ന് കരുതി മെമ്മൻറ്റോ തയ്യാറാക്കി. 16 പേരെങ്കിലും എത്തി. അതിന് സന്തോഷമുണ്ട്. കാരണം അതൊരു തുടക്കമാണ്. ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ പേര് വരും. മിസ്റ്റർ മാർട്ടിൻ ഡി പോറസിനെ കുറിച്ച് നമ്മുടെ ഫോറനപ്പടിയിൽ വിവരിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. വളരെ പ്രചോദനാത്മകമായ പുസ്തകമാണ് അച്ഛൻ പറഞ്ഞത്. മാർട്ടിൻ രോഗികളുടെ മധ്യസ്ഥനാണ്, ആദര ശുശ്രൂഷകരുടെ മധ്യസ്ഥനാണ്, ക്ഷുരകന്മാരുടെ മധ്യസ്ഥനാണ്. ജീവിതത്തിൽ എങ്ങനെ ഉയരണം, ഭൗതികമായും ആത്മീയമായും എങ്ങനെ ഉയരണം എന്നുള്ള കാര്യത്തിനും മാതൃകയാണ്. അച്ഛൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഫലിപ്പിക്കുക, അതനുസരിച്ച് ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഉയരാൻ പരിശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ഏതായാലും മാർട്ടിന്മാരുടെ സാന്നിധ്യം കൊണ്ട് മാർട്ടിൻ ഡി പോറസ് പള്ളിയെ അനുഗ്രഹിച്ചതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വരും വർഷങ്ങളിലും നിങ്ങളും കൂടുതൽ പേരും കൂടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും, വൈക്കാരന്മാർക്കും, കൊച്ചനും കൺവീനർക്കും, തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആശംസകൾ നേടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അസോസിയേറ്റ് വികാരി ജസ്ലിൻ നെറ്റയിൽ സ്നേഹബഹുമാനപ്പെട്ട ഫോറൻ വികാരിച്ച, ബഹുമാനപ്പെട്ട വികാരിച്ച,
ലിബിയ സിസ്റ്റർ, പ്രിയ മാർട്ടിൻ നാമധാരി അംഗങ്ങളെ, നമ്മുടെ കന്യാമംഗലം ഇടവകാംഗങ്ങളെ, ഏവർക്കും വിശുദ്ധ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 50 പേർക്കുള്ള ഒരു മാർട്ടിൻ നാമധാരികൾക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്ന സമ്മാനവും അതുപോലെ ചായയും ചെറിയ സ്നേഹവിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 16 പേര് ഇവിടെ വന്നിട്ടുണ്ട്. വന്നവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഇതൊന്നും ആ പുലിയുടെ വാർത്ത വന്നതിൻ്റെയാണ് ഇതൊന്നും കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരുപാട് അച്ഛന്മാർ മാറി വന്നിട്ടുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും പത്രത്തിലോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ നിങ്ങൾ വഴിയിലൂടെ പോകുന്ന ആരെങ്കിലും ആക്രമിച്ചു അല്ലെങ്കിൽ വന്യമൃഗം ആക്രമിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല. അപ്പോൾ പുണ്യാളന്റെ സംരക്ഷണം നമ്മൾ പോകുന്നിടത്തെല്ലാം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, വെച്ചാൽ രാത്രി പോകുമ്പോൾ സൂക്ഷിക്കണം, ഇതാണ് ആന വരും, ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ രാത്രി ഇവിടുന്ന് പോയിരിക്കുന്നത് ആകെ എനിക്ക് തോന്നുന്നു കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 6 മണി 6:30 ആവുള്ളൂ, മാക്സിമം 7 മണി. യൂണിറ്റ് കഴിഞ്ഞാണ് ഒരു ദിവസം കഴിഞ്ഞ് ഒരു 8:30 9 മണിയൊക്കെ ആകുമ്പോൾ ഞാനിവിടെ പോകുന്നത്. ഒറ്റയ്ക്കാണ് പോകുന്നത്, 2 വീലറിലാണ് പോകുന്നത്. ഇന്നേ വരെ ഒരാളെയും എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. സൈഡിൽ നിൽക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ആകെ വന്നത് മ്ലാവാണ്, വലിയ സൈസോട് മ്ലാവ് ഇടയ്ക്കിങ്ങനെ വട്ടം ചാടാറില്ല. ഒരു ദിവസം ഞാനിങ്ങനെ ലൈറ്റിൽ അടിച്ചു പോകുമ്പോൾ മ്ലാവ് സൈഡിലെ റോഡിൽ ചാടാൻ നിൽക്കണം. അപ്പം ഞാൻ നിർത്തി കൊടുത്തു, ഇതിനാണെങ്കിൽ പോകണമില്ല. എന്നിട്ട് ഞാൻ പോയതിന് ശേഷമാണ് മ്ലാവ് പോയത്. അപ്പോൾ അത്രയും സ്നേഹം ഇവിടുത്തെ വന്യമൃഗങ്ങൾക്കുണ്ട്. മൃഗങ്ങളോട് കാണിക്കണമെന്നില്ലായിരിക്കും, അതിനെന്നെ പറയരുത്. പക്ഷേ മനുഷ്യന്മാരെ മൃഗങ്ങളെ ഇതുവരെ ഉപദ്രവിച്ച ചരിത്രമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ണിമംഗലം ഭാഗത്തേക്ക് വരാനായിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ പ്രാർത്ഥനാ സഹായം നിങ്ങളുടെ കുടുംബത്തോടു കൂടി ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഇടവകയുടെ പേരിലുള്ള ചെറിയ നന്ദിയും കടപ്പാടും സ്നേഹവും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. വിശുദ്ധ മാർട്ടിനെ കുറിച്ച് വിചാരിച്ചതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉലക്കാടനച്ഛൻ വളരെ മനോഹരമായിട്ട് സന്ദേശം നൽകിയതുകൊണ്ട് ഞാൻ ഇനിയും വിശുദ്ധ മാർട്ടിനെ കുറിച്ച് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അശ്വസനത്തിന് വേണ്ടി പ്രേക്ഷിതനം കോൺവെന്റിന്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന സിസ്റ്റർ ലിബിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി സുവിശേഷകൻ തന്റെ 13-ാം അധ്യായത്തിൽ 31, 32 തിരുവചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: സ്വർഗരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? വിതക്കാരൻ വയലിൽ വിതയ്ക്കപ്പെട്ട കടുകുമണിക്ക് സദൃശ്യമാണത്. സ്നേഹബഹുമാനപ്പെട്ട ഉലക്കാടനച്ച, തോമസ് അച്ച, കൊച്ചച്ച, മാർട്ടിൻ നാമധാരികളെ, ഇടവക കുടുംബാംഗങ്ങളെ, ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചത് ഇന്ന് സെബാസ്റ്റ്യൻ നമ്മോട് പറഞ്ഞു, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തേത് തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 പ്രമാണങ്ങളാണ് ഈശോ നമുക്ക് പ്രത്യേകമായിട്ട് തന്നിരിക്കുന്നത്. 10 പ്രമാണങ്ങളെ സംഗ്രഹിച്ച് തന്നതാണ്. ഈ 2 പ്രമാണങ്ങളും അതേപടി തന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ മാർട്ടിൻ ബേർസ് പുണ്യവാന്റെ നാമത്താൽ അലങ്കൃതമായിരിക്കുന്ന ദേവാലയത്തിലാണ് നാം ഒന്നുചേർന്നിരിക്കുക. ഇന്ന് പ്രത്യേകമായി ഇത്തരം ഒരു വേദി ഒരുക്കി അതിന് നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരമുണ്ടാക്കി തന്ന നല്ല തമ്പുരാനെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. 2 ചോദ്യങ്ങളാണ് എൻ്റെ മുൻപിൽ ഇപ്പോൾ കടന്നു വന്നത്. എന്താണ് തിരുനാൾ ആഘോഷം? എന്തിനാണ് തിരുനാൾ ആഘോഷം? അതല്ലേ കൽപ്പനയുടെ അർത്ഥവും നമ്മോട് നൽകുന്ന സന്ദേശവും. തിരുനാൾ ആഘോഷിക്കുന്നത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. എന്തിനാണ് തിരുനാൾ ആഘോഷിക്കുന്നത്? തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ മാതൃകയാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുൻപിൽ വിളമ്പി വെച്ചിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ മഹത്വം കാക്ഷിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
തന്നെ ഒന്നുമില്ലാതാക്കി തന്നെ അടിയറ വെച്ചു ദൈവമഹത്വത്തിന് വേണ്ടി. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ വ്യയം ചെയ്തു. തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ മാതൃക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനും ഓരോ മാർട്ടിൻ നാമധാരികളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. 1000 മാർട്ടിൻ നാമധാരികൾ ഉണ്ടാകട്ടെ. ഈ മാർട്ടിൻ പുണ്യവാന്റെ മാതൃകയെ പിൻചെന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ കടുകുമണിയാകുന്ന കണ്ണിമംഗലം ഇടവക വളർന്നു വലുതായി നിങ്ങളാകുന്ന ശാഖകളിലൂടെ നാനായിടങ്ങളിലേക്ക് പകരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാൻ ഇടവരട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് തീർക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ വന്നിരിക്കുന്ന മാർട്ടിൻ നാമധാരികളെ നമ്മൾ നോക്കുമ്പോൾ അപരിചിതരായിട്ടുള്ള ആരും തന്നെ ഇവിടെയില്ല. എല്ലാവർക്കും തന്നെ കണ്ണിമംഗലം ഇടവക ദേവാലയം സുപരിചിതമാണ്. ഇവിടെ കളിച്ച് പഠിച്ച് വളർന്നു പോയ വിശ്വാസ പരിശീലനം നടത്തിപ്പോയ മാർട്ടിന്മാരിൽ പലരും ഇന്നിവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദേവാലയത്തെ കുറിച്ചിട്ടുള്ള ഒരു മുഖവര അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ഒരു ചരിത്രം നിങ്ങളോട് പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടെ വന്നിരിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ചെറിയ വാക്കുകൾ നിങ്ങളുടെ ഈ ദേവാലയത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. ഈ ദേവാലയത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കാരണക്കാരനായ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനെ കുറിച്ച് വിശദമാറ്റി പോലീസിനെ കുറിച്ച് ഈ ദേവാലയം 1969 ഇവിടെ ആരംഭിച്ചത്. ആരംഭിച്ച ശേഷം ഉള്ള 3ാമത്തെ ദേവാലയമാണ്. ഈ ദേവാലയം ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അതിനു മുൻപ് 2 ദേവാലയങ്ങൾ, ആദ്യം ഓട് മേഞ്ഞ ഓല സൈഡ് ഭിത്തിയൊക്കെയായിട്ടുള്ള ഒരു ദേവാലയം, അതിനുശേഷം വേറൊരു ദേവാലയം, പിന്നീട് അച്ഛൻ വന്നപ്പോഴാണ് ഈ കാണുന്ന ഈ ദേവാലയം നിർമ്മിച്ചത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മാപ്പിള്ളി അച്ഛൻ വന്നപ്പോഴാണ് അൽത്താര പുതുക്കി പണിതതും ഈ കാണുന്ന മനോഹരമായ രീതിയിൽ പള്ളിയുടെ ഉൾവശം ഈ കാണുന്ന രീതിയിലാക്കി ആക്കിയത്. ഇതെല്ലാം ബാഹ്യമായ ഒരു ചരിത്രം മാത്രമാണ്. ഞങ്ങൾക്ക് ഇവിടെ 29 കുടുംബങ്ങളാണുള്ളത്. എന്നാൽ തന്നെയും മഞ്ഞപ്പുറ ഫൊറോന ഇടവകയുടെ ഭൂവിസ്തൃതി ഞങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും വനപ്രദേശമാണ്. റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് ഞങ്ങളുടെ ഇടവക വ്യാപിച്ചു കിടക്കുന്നത്. വളരെ വലിയ ഒരു ദൈവ തീരുമാനമായിരുന്നു ഇവിടെ ഈ ദേവാലയം പണിയാനായിട്ട്. കാരണം ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്ത ഒരു ചരിത്രം ഇവിടെയുണ്ട്. ഞാൻ ഈ പള്ളിയുടെ ചരിത്രം തയ്യാറാക്കണം എന്നുള്ള കാഴ്ചപ്പാട് കൂടിയിട്ട് ഒത്തിരി അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇവിടെ മനുഷ്യവാസം ആരംഭിക്കുന്നതിന് മുൻപ് ഈ കാണുന്ന റോഡ് ഒരു നടപ്പാതയായിരുന്നു. നടുവട്ടം, മഞ്ഞപ്ര, മാണിക്യാമംഗലം തുടങ്ങി തുറവൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം വനത്തിൽ ഈറ്റ വെട്ടാനും മുള വെട്ടാനും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു നടപ്പാതയായിരുന്നു ഈ റോഡ്. ഒരുപക്ഷെ കാലക്രമത്തിൽ അങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ പഴമക്കാർ പറയുന്നു അന്ന് ഈ ദേവാലയം ഇരുന്ന ഈ സ്ഥാനത്ത് ഈ നടവഴിയിൽ വനത്തിൽ പോയിരുന്നവരെ അവർക്ക് ആപത്തുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നാഗപ്പുഴ അമ്മയ്ക്ക് നേർച്ച സമർപ്പിച്ച് ഒരു മുളംകുറ്റി ഇവിടെ അന്നുണ്ടായിരുന്നു എന്നാണ് പല ക്രൈസ്തവരുമായിട്ടുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയും. നാഗപ്പുഴ അമ്മ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് പാണ്ഡവപാറ, കന്യാകുള, ഇവിടെ ഭാഗത്തു നിന്നൊക്കെ വന്യജീവികളിൽ നിന്നും ആശ്രയം തേടി മധ്യസ്ഥം തേടി എല്ലാവരും ചെല്ലുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നാഗപ്പുഴ അമ്മയുടേത്. ആ നാഗപ്പുഴ അമ്മയ്ക്ക് കാണിക്കയിട്ടിട്ടാണ് വനത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ മുളംകുറ്റി പോയി അവിടെ നിന്നും പിന്നെ അതെല്ലാം അപ്രത്യക്ഷമായിട്ടെങ്കിലും ഒരു ദൈവ നിയോഗം പോലെ വീണ്ടും ഒരു സ്വർഗീയ മാധ്യസ്ഥം ഈ മണ്ണിൽ ഇവിടെ തന്നെ വരാൻ ദൈവം തന്നെ കാരണക്കാരാണ്. അങ്ങനെ 1969 ഈ ദേവാലയം വന്നു. ഈ ദേവാലയത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വിശുദ്ധ മാർട്ടിൻ പോറസ്, ഞങ്ങൾ പലപ്പോഴും കാഞ്ഞൂർ പള്ളിയിലെ വിശുദ്ധമാർ സെബസ്ത്യാനോസിനെ കുറിച്ച് കേൾക്കുമ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാളൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കാനായിട്ട് കാഞ്ഞൂർക്കൊന്നും പോകണ്ട.
ഞങ്ങളെ ഈ പള്ളിയിൽ വന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു പുണ്യവാളൻ ഞങ്ങൾക്ക് ഇവിടെയുണ്ട്. നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യ സഹജമായി അസാധ്യം എന്ന് എന്തെങ്കിലും തോന്നുകയാൽ തീർച്ചയായും നിങ്ങളുടെ പേരിന്റെ കാരണക്കാരനായ ഒരു വിശുദ്ധൻ ഈ ദേവാലയത്തിലുണ്ട് എന്നത് നിങ്ങൾ മറക്കരുത്. ഞാൻ 1-2 കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഈ ഇതുപോലെ തിരുനാളിനോടനുബന്ധിച്ച് രൂപം പെയിന്റ് ചെയ്യുന്നതിനും അൾത്താര പെയിന്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഒരു ചിത്രകാരൻ ഇവിടെ വന്നു. അദ്ദേഹത്തിന് വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിനെ കുറിച്ചൊന്നും അറിയില്ല. വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിനെ കുറിച്ച് ചോദിച്ചു. ഈ പള്ളിയിൽ വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിന്റെ അത്ഭുതങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എനിക്ക് 3 പെൺമക്കളാണ്, ഞാൻ ഒരു ആൺകുഞ്ഞിനെ വേണ്ടിയിട്ട് വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിനോട് ചോദിച്ചാൽ എനിക്ക് തരും എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞ ചേട്ടാ, വിശ്വാസത്തോടു കൂടി ചേട്ടൻ ചോദിച്ചാൽ വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസ് ദൈവസന്നിധിയിൽ നിന്നും അത് നിങ്ങൾക്ക് സാധിച്ചതില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന പല മാർട്ടിന്മാർക്കും അറിയാം, പെൺകുഞ്ഞുങ്ങൾ 2-3 പെൺകുഞ്ഞുങ്ങളുണ്ടായി അതിനുശേഷം ഒരു ആൺകുഞ്ഞിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ച് വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിന്റെ പേര് ഒരു ആൺകുഞ്ഞിന് ലഭിക്കുകയാണെങ്കിൽ നൽകിക്കൊള്ളാമെന്ന് വിശുദ്ധനോട് വഴിപാടായി നേർന്ന് ഉണ്ടായ ഒരുപാട് മാർട്ടിന്മാരും ഇവിടെയുണ്ട്. അങ്ങനെ പല മാർട്ടിന്മാർക്കും ജന്മങ്ങൾക്ക് കാരണക്കാരായ മാർട്ടിന്മാരും ഇവിടെയുണ്ട്. പലരും അങ്ങനെ വന്ന മാർട്ടിന്മാരുണ്ട്. അപ്പൊ ഞാൻ ഈ ചരിത്രങ്ങളെല്ലാം ഇവിടുന്ന് ചിത്രകാരനോട് പറഞ്ഞു. ആ ചിത്രകാരൻ അന്ന് പോയപ്പോ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ മാർട്ടിൻ ഡിപ്പോറസിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ കാര്യം പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിച്ചു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ ഞങ്ങൾ സന്തോഷം പറഞ്ഞു, ഇനി എനിക്ക് ആൺകുഞ്ഞിനെ കിട്ടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കാരണം നിങ്ങളാണ് അതിൻ്റെ കാരണക്കാർ. പിന്നെ ഞങ്ങളായി മുട്ടിപ്പോയി പ്രാർത്ഥന ശേഖരം വാക്ക് മാറിയത്. ഏതാനും നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും വിളിച്ചു, ഞങ്ങൾക്ക് മാർട്ടിൻ ജനിച്ചു. വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിനോട് പ്രത്യേകം മുട്ടിപ്പായി പ്രാർത്ഥിച്ച് മധ്യസ്ഥം തേടി ആ ദമ്പതികൾക്ക് വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിന്റെ മധ്യസ്ഥം വഴി ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ച് കിടന്ന ഒരു യുവതി, അവര് എല്ലാം നോർമൽ ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞ് അവസാന നിമിഷം പറഞ്ഞു, ഇത് നോർമൽ ഡെലിവറി നടക്കില്ല, എത്രയും പെട്ടെന്ന് സിസേറിയൻ വേണ്ടി ഓപ്പറേഷൻ നടത്തണം. ഡോക്ടർ വേഗം സ്റ്റാഫിനോട് പറഞ്ഞു, വേഗം ഓപ്പറേഷൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊള്ളു. ലേബർ റൂമിന്റെ ആ ടേബിളിൽ കിടന്നുകൊണ്ട് ആ യുവതി വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിനോട് പറഞ്ഞു, എനിക്ക് സുഖപ്രസവം ലഭിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഈ നട മുട്ടുകുത്തി കയറിക്കോളും. ഓപ്പറേഷൻ റെഡിയാവാൻ പോയി വന്ന ആ ഡോക്ടറെ കാണുന്നത് യുവതി പ്രസവം കഴിഞ്ഞ് കിടക്കുന്നത്. നഴ്സുമാർ കൂടി ഡോക്ടറെ വിളിക്കാം. അത്രമാത്രം വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു വിശുദ്ധൻ ഈ ദേവാലയത്തിലുണ്ട് എന്നത്, നിങ്ങളുടെ പേരിന്റെ കാരണക്കാരനായ ഒരു വിശുദ്ധൻ ഈ ദേവാലയത്തിലുണ്ട് എന്നത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഈ ദേവാലയത്തിൽ നിന്നും ഇന്ന് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിൽ നിന്നും ലഭിച്ചു കിട്ടേണ്ടത് എന്ന കാര്യം നിങ്ങൾ പോകുമ്പോൾ ഈ വിശുദ്ധന്റെ മുൻപിൽ വിശ്വാസത്തോടുകൂടി മാധ്യസ്ഥം വെച്ച് പോകുക. തീർച്ചയായും നിങ്ങൾ ഉറപ്പിച്ചോളൂ, അടുത്ത വർഷം തിരുനാളിന് സാക്ഷ്യം പറയാൻ നിങ്ങൾ ദേവാലയത്തിലുണ്ടാകും. വളർത്തുമൃഗങ്ങളുടെയും പരിപാലകനാണ്. ഒത്തിരി നിങ്ങൾക്കറിയാം, ഇവിടെ വനമേഖലയാണ്, വന്യജീവികളുടെ ആക്രമണം ഉണ്ട്. നേരത്തെ പറഞ്ഞു, ഇന്നും പുലി പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിന്റെ മധ്യസ്ഥം തേടി ഇവിടെ ആളുകൾ നന്ദി സൂചകമായിട്ട് മൃഗങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് നേർച്ചയായി അർപ്പിക്കാറുണ്ട്. നാനാജാതി മതസ്ഥരായ മനുഷ്യര് ഇവിടെ ഇപ്പോൾ തിരുനാളിന്റെ തിരക്കുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ദേവാലയത്തിന്റെ മുൻവശത്തൊക്കെ തൂക്കുവിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. മറ്റു മതസ്ഥരായിട്ടുള്ളവര് നേർച്ച കാഴ്ചയായി സമർപ്പിച്ചിട്ടുള്ള തൂക്കുവിളക്ക് എല്ലാവർക്കും സമീപസ്ഥനാണ് വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസ്. അപ്പോ നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസിന്റെ മാധ്യസ്ഥത്തിന്റെ ആ സ്വർഗീയ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ഈ യോഗത്തിന് ഔപചാരികമായ നന്ദി അർപ്പിക്കുന്നതിന് മുൻപ് എത്തിച്ചേർന്ന എല്ലാ മാർട്ടിൻ നാമധാരികൾക്കും ഇടവകയുടെ ഒരു സ്നേഹോപകാരം ഇപ്പോൾ നൽകുന്നതാണ്.
സ്നേഹത്തോടുള്ള മാർട്ടിൻ നാമധാരികൾ ഈ സ്നേഹോപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരയായി വന്ന് അതുപോലെയല്ല ഇന്ന് വന്ന മാർട്ടിന്മാരായിരിക്കണം അടുത്ത പ്രാവശ്യം 2 മാർട്ടിന്മാരെ കൂടി കൂട്ടിക്കൊണ്ടുവരണം കൂട്ടുകാരായിട്ടുള്ളവരെ നിന്ന് പോകരുത്. നമുക്കിത് ആരംഭമാണ്. അതുകൊണ്ട് എല്ലാവരും അടുത്ത വർഷം വരുമ്പോൾ കൂട്ടുകാരെയോ കൂട്ടുകാരെയോ മാർട്ടിന്മാരുള്ളവരെ വിളിച്ചുകൊണ്ട് വരണം. എല്ലാ വർഷവും തുടർന്നുകൊണ്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഇപ്പോൾ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. മെച്ചപ്പെടണം. നമ്മുടെ പരിചയത്തിലുള്ള എല്ലാ മാർട്ടിന്മാരെയും കുട്ടികൾ വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ചേർന്നിട്ടുള്ള മാർട്ടിന്മാരിൽ ആർക്കെങ്കിലും നമ്മുടെ ഈ സംഗമത്തെക്കുറിച്ച് ഒരു വാക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്. മറ്റുള്ളവർ എന്താണ് ബഹുമാനപ്പെട്ട വികാരിയച്ച, ഫറോന വികാരിയച്ച, കൊച്ചച്ച, മാർട്ടിൻ്റെ നാമധാരികളെ, കന്യമംഗലം യൂണിറ്റ്, കന്യമംഗല കുടുംബ അംഗങ്ങളെ, ആദ്യമായി തന്നെ മിസ്റ്റർ മാർട്ടിൻ ഫോറസ്റ്റിൻ്റെയും മിസ്റ്റർ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. ഇപ്പോൾ ജോലി പറഞ്ഞതുപോലെ കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഇടവക ദേവാലയം സ്ഥാപിതമാക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു കുംഭം, അതായത് കുളത്തിൻ്റെ വെട്ടി കാരണന്മാർ മലയിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു പൈസ അല്ലെങ്കിൽ അണ, പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിലിട്ടിട്ട് പോകും. അത് ഇട്ടിട്ട് പോകുന്നതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. കാട്ടിലെ അന്ന് കാട്ടുകൊണ്ടാണ് ഉപജീവനമാർഗം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ദൈവം കാക്കണം, അതായത് മാതാവ് കാക്കണം. ഈ കുംഭത്തിൽ ഒരു പൈസ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ
ആനയോ മറ്റ് കാട്ടുമൃഗങ്ങളുടെയോ ഒരു ശല്യവും ഉണ്ടാവില്ല. അവരുടെ ഉദ്ദിഷ്ട കാര്യം അത് പോകുന്ന ലക്ഷ്യം സാധിച്ച് തിരിച്ചു വരും. ആ കുംഭത്തിൽ നിന്നും ദാരിദ്ര്യം കൊണ്ടാണ് കേട്ടോ, മറ്റൊന്നും വിചാരിക്കരുത്. ഒരു കാരണവശാൽ ചിലപ്പോൾ ഒരു പൈസ എങ്ങാനും ചരിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ ആന കാട്ടിൽ കയറ്റുകയില്ല. അവൻ എവിടെ ചെന്നാലും ആന അവൻ ഓടിച്ചുകൊണ്ടിരിക്കും. അതൊരു നല്ല സത്യമാണ്. അതിന്റെ കാരണം കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞാനെന്റെ ഒരു വർഷം മുന്നേ ഞാനെന്റെ വൈഫ് കൂടി ഒരു രാത്രി 9 മണിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ്. നമ്മുടെ ഈ മോതിരക്കെട്ടി ഭാഗത്ത് ഒരു ആനയും കുഞ്ഞു റോഡിലിട്ടു. 3-5 ആന കാട്ടിൽ നിന്നു. വൈഫ് പറഞ്ഞു തിരിച്ചു പോകാം. ഇല്ല, നമ്മൾ പോകുന്ന കാര്യം ലക്ഷ്യത്തിലേക്ക് പോയേ തീരൂ, അല്ലാതെ തിരിക്കുന്ന സിസ്റ്റം ഇല്ല നമുക്കെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ നിന്നു. വണ്ടി തൊട്ടടുത്ത് ആന നിന്നു. കുഞ്ഞിനെയും കൊണ്ട് ആന അടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫ് പറഞ്ഞു എന്നാൽ മാതാവിനെ വിളിക്കും. ഞങ്ങൾ വലിയ മാതാവിന്റെ വിശ്വാസികളൊക്കെ, അതുകൊണ്ട് മാതാവിനെ വിളിക്കാൻ പറഞ്ഞു. സമയമായിട്ടില്ല. കാരണം ഒരു കഷ്ടപ്പാട്, ഏത് വിശുദ്ധനും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളോ ചെയ്തോട്ട് മാത്രമേ പുണ്യം കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓടി കാര്യസാധ്യം എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. നമുക്ക് ശരിക്കും നിരന്തരമായുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യസിദ്ധി കിട്ടൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തു, അവിടെ നിന്നു. കുറച്ചേരം കഴിയുമ്പോൾ വൈഫ് വന്ന് പിന്നെ വിളിക്കി, മാതാവിനെ വിളിക്കി. സമയമായിട്ടില്ല. ഇത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂറോളം തൊട്ടടുത്ത് വരെ നിന്നോട്ട് ഞങ്ങൾ അവർക്ക് അരിശമൊന്നും ഒടുങ്ങി. പക്ഷെ എന്നാലും ഞാനിങ്ങനെ തന്നെ നോക്കി ഹെഡ്ലൈറ്റ് അടിച്ച് ആനയെ നോക്കിക്കണം. ആന അനങ്ങുണ്ടോന്ന് നോക്കണോ, അനങ്ങുന്നില്ല. കാരണം ഈ പള്ളിയുടെ മേൽവാദിന്റെ അത്രയും ദൂരം വ്യത്യാസമുള്ളെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വിളിച്ചേക്കാം. മാതാവേ നാഗപ്പുഴ അമ്മ, അതായത് ആനയെ കാട്ടുപുഴ കാണുമ്പോൾ ആദ്യം നമ്മൾ വിളിക്കുന്നത് അമ്മയും മാതാവേ നാഗപ്പുഴ അമ്മയാണ്. വിളിച്ച് തീർന്നില്ല. ഒരു വ്യക്തി മദ്യപിച്ചു വന്നതായിരുന്നു. നേരെ കയറിപ്പോന്നു. അവൻ കണ്ടില്ല ആന റോഡിലേക്ക് കിടക്കാൻ. അവൻ ആ നേരത്തെ കണ്ണറിയില്ല. പെട്ടെന്ന് ആനയെ കുഞ്ഞിനെ തള്ളു കൊടുത്തു. ആന അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോയി. ആവശ്യം കഴിഞ്ഞ് രാത്രി 2 മണിക്ക് തിരിച്ചു വരുന്നു. ഞങ്ങൾ വീട്ടിൽ പോകുന്നു. എന്നും പറഞ്ഞതുപോലെ മധ്യസ്ഥന്റെ അനുഗ്രഹത്താലാണ് ഇവിടെ ആദ്യകാലത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. കാരണം ഈ ഭൂമിയുടെ അറ്റം വരെ ഉണ്ടായിരുന്നുള്ളൂ. നടുവട്ടത്തെ പള്ളിയിലാണ് അതിക്ക് മുന്നേ മഞ്ഞപ്പുഴ നടുവട്ടത്തൊക്കെയാണ് എല്ലാവരും കുർബാന മറ്റു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് പാണ്ഡുപാത വന്നു. ഈ പള്ളി സ്ഥാപിതമായി. അന്ന് ഞങ്ങളുടെ കർണമരൊക്കെ തേക്കിക്കഴ അവിടെ കൊണ്ടുവന്നിട്ട് ഷെഡ് കെട്ടി, ഒരു ചെറിയ ഷെഡ് കെട്ടി പള്ളി സ്ഥാപിതമായ. അപ്പൊ അന്നുണ്ടായിരുന്ന ആ സമയത്ത് ജനിച്ച മക്കളെയൊക്കെ മാർട്ടിൻ എന്ന് പേരിട്ടു. പാണ്ഡുപാറ. അപ്പൊ ഏറ്റവും കൂടുതൽ മാർട്ടിന്മാരുള്ളത് പാണ്ഡുപാറയാണ്. 8-9 പേരോട്ടുള്ളത്. അതിലൊരാൾ അച്ഛനാണ്. ബാക്കി 6 പേരിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഇത് വളരെ നല്ലൊരു പരിപാടിയാണ്. ആദ്യത്തെ സംരംഭമാണ്. നമ്മുടെ പുറകാര്യമൊക്കെ പറഞ്ഞു. തുടർന്ന് നന്നായിട്ട് പോകണം, നന്നായി വരണം എന്നൊക്കെ പറഞ്ഞു. അത് നല്ല കാര്യം. ഇതിന് മാർട്ടിന്റെ അനുഗ്രഹത്താൽ നന്നായിട്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീറ്റിംഗിൽ ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി തിരുനാൾ കമ്മിറ്റി കൺവീനർ ജിജേഷ് തലയനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മഞ്ഞപ്പുറം പൂർവ്വ വികാരി സെബാസ്റ്റ്യൻ അച്ഛൻ, നമ്മുടെ വികാരി തോമസ് അച്ഛൻ, മറ്റച്ഛ, സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന നാട്ടിലെ കുടുംബങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ വിശുദ്ധ മാർട്ടിൻ പോറസിന്റെയും വിശുദ്ധ സെബസ്ത്യാനത്തിന്റെയും തിരുനാൾ ആശംസകൾ നേരുന്നു. എന്നെ ലഭിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഈ നിമിഷം വരെ മഴ പെയ്യാണ്ട് ഒരു നല്ല അന്തരീക്ഷം തന്നു സഹായിച്ചതിന് വിശുദ്ധ മാർട്ടിൻ പോറസിന് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഈ വർഷം മുതൽ ഈ ഒരു കൊച്ചു കുടുംബത്തിൽ ദേവാലയത്തിൽ ഒരു പുതിയ കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫോറോയുടെ കീഴിലുള്ള മാധ്യമ അവതാരികളെയും നമുക്കറിവിലുള്ള മാധ്യമ അവതാരികളെയും ഇവിടെ കൊണ്ടുവന്ന് അവരെ ഒന്ന് ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ഒരു കാര്യം കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ തന്നെ അതിലൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പറയാൻ അതിനുവേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിജയൻ തോമസത്തിന് ഞാൻ നന്ദി പറയുന്നു.
അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഇതിൻ്റെ ഫോട്ടോ എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ഞങ്ങളോടൊപ്പം നിന്ന് കൂടി നടന്ന പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ജസലച്ചന് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു ആവശ്യമായിട്ട് പുറമേക്ക് സെബാസ്റ്റ്യൻ ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ ഒരു ദിവസം ഒരു മരണത്തിന്റെ ഇടയിൽ അച്ഛൻ തിരക്കിലായിരുന്നു. എന്നാലും ഞങ്ങളെ കണ്ടപ്പോൾ അത് സമയം കണ്ടെത്തി ഞങ്ങളെ അകത്തേക്ക് വിളിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അവിടെ ഫോണിലുള്ള മാറ്റന്മാരും അതിൻ്റെ ആൾക്കാരെ കാണാനുള്ള ആൾക്കാരെ നമ്പറുകളും കാര്യങ്ങളും തരികയും നിങ്ങൾ എന്തു പറയുന്നു അത് ഞാൻ അവിടെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇതിനോട് വന്ന് കൊടിയിട്ട് കന്നുകാൻ നിർദ്ദേശിച്ചു. നല്ലൊരു കുർബാന അർപ്പിച്ച് ഇതിൻ്റെ ഒപ്പം നിന്നതിന് സെബാസ്റ്റ്യന് ഞാൻ നിങ്ങളുടെ ഇടവകയുടെ പേരിലും കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഈ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളായിട്ട് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പൂക്കൾ വയ്ക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിന്നിരുന്നു സിസ്റ്റേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ഇതിനെല്ലാം ഉപരി ഒരു കൊച്ചു കുടുംബം, ഒരു കൊച്ചു ദേവാലയം, 29 വീടുകൾ, ആ വീട്ടിലത്തെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാ മാർട്ടിൻ നാമധാരികൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഏറ്റവും തരത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇരുനാളിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി പൊതുയോഗം നടന്നപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങളോട് കൂടെ നിന്ന നമ്മുടെ കൈക്കാരന്മാർ ജോയ് മുണ്ടപ്പിലേക്കും സിജു മരോട്ടിക്കലിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരു പരിപാടിയുടെ വിജയത്തിന് ഒരു നല്ലൊരു കൂട്ടായ്മയും ഒരു പരിശ്രമവും ആവശ്യമാണ്. ഞാൻ കൺവീനറാണെങ്കിൽ കൂടി എനിക്ക് പല കാര്യങ്ങൾക്കും എത്തപ്പെടാൻ പറ്റാറില്ല. എൻ്റെ അഭാവത്തിൽ തന്നെ എൻ്റെ കൂടെയുള്ള ബാക്കി കമ്മിറ്റി അംഗങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഈ മാറ്റന്മാരെ കണ്ടുപിടിക്കലും ഓരോ ഡേറ്റ് കൊടുക്കാനും വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞത് എൻ്റെ ഒരു കുറവ് നോക്കാതെ ചെയ്തു തന്നതിന് എന്നോടൊപ്പം നിന്നതിന് എൻ്റെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അവസാനമായിട്ട് ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും നിന്ന് കൂടെ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, കൺവീനർ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നന്ദിയുടെ ദൗത്യമാണ്. മറ്റൊന്നുമല്ല, ഈ മാറ്റനാമധാരികളുടെ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ശേഷം അതിന് കമ്മിറ്റിയിൽ നിന്നും 2 പേരെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. ജോബി മൂഞ്ഞേലി, സെബാസ്റ്റ്യൻ എടശ്ശേരി. ആ 2 പേരുടെ അശ്രാന്ത പരിശ്രമമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ മാറ്റനാമധാരികൾ ഏകദേശം 27ഓളം മാറ്റന്മാർ എത്തും എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നതാണ്. ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾ വിളിച്ചപ്പോൾ പലരും എത്തിക്കോളം എന്ന് പറഞ്ഞിരുന്നതാണ്. കുടുംബത്തോടൊപ്പം വരുമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളവർ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിജയത്തിന്, ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച കമ്മിറ്റി അംഗങ്ങളിൽ തന്നെ പെട്ട ജോബി മൂഞ്ഞേലിക്കും സെബാസ്റ്റ്യൻ ഇടശ്ശേരിക്കും പെരുന്നാൾ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി പ്രത്യേകമായി ഈ നിമിഷം നേരുകയാണ്. ഇതിന് ശേഷം നമ്മളൊരു ചെറിയ സ്നേഹവിരുന്ന് പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ആ സ്നേഹവിരുന്നിൽ പങ്കെടുത്ത ശേഷമേ പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി വീണ്ടും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനുഷ്യ സഹജമായ ജീവിത സാഹചര്യത്തിൽ സാധിക്കാത്തത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധിച്ചു തരാൻ ഇവിടെ ഒരു വിശുദ്ധനുണ്ട്. എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി നേരുന്നു.